കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ. എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കവി മുരുകൻ കാട്ടാക്കട നിലമ്പൂരിലുണ്ട്. കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരുടെ കടമ എന്ന നിലയിലാണ് സത്യമായിട്ടും ഈ പ്രചരണ പരിപാടിയിൽ അല്ലെങ്കിൽ എൻ്റെയും സാന്നിധ്യം അടയാളപ്പെടുത്തുമെന്ന് തോന്നുന്നത്. ഇപ്പോൾ UDF-ൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നത് നമ്മൾ കാണുന്നില്ലേ. എല്ലാ തരത്തിലുള്ള വർഗീയ ചിന്തകളോടും സമരസപ്പെട്ടാൽ പോലും വോട്ട് മതി എന്ന ഒരു ആശയം വരുന്നുണ്ടല്ലോ, അതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. എല്ലാ സാംസ്കാരിക പ്രവർത്തകരുടെ എന്ന് പറയുമ്പോൾ നേരത്തെ KR മീര ഉൾപ്പെടെയുള്ളവർ എം സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇവിടെ വന്നിരുന്നു. പക്ഷേ മറ്റു ചില സാംസ്കാരിക പ്രവർത്തകർ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. നിലമ്പൂർ ഒരു സാംസ്കാരിക ലോകത്തേക്ക് അടക്കം ബാധിച്ചൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ആരോഗ്യകരമാണെങ്കിൽ നല്ലത് തന്നെ. കാണുന്ന പ്രവണത അതല്ല. ഈ പക്ഷമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം സാംസ്കാരിക പ്രവർത്തകരുണ്ട്. അവർ തികച്ചും മൗലിക പക്ഷപാതികളാണ്. അവരുടെ പക്ഷം എപ്പോഴും ഒരു വലതുബോധമായിരിക്കും. പക്ഷേ എല്ലാ കാലത്തും അവരിങ്ങനെ ഫ്ലെക്സിബിളായിരിക്കും. അവർ ഈ ഗവൺമെൻറ് നിലനിൽക്കുന്ന കാലത്ത് ഈ ഗവൺമെൻറ് അനുകൂലമായി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അതൃപ്തരാകുന്ന സമയത്ത് അവർ തിരിഞ്ഞു നിൽക്കും. അടുത്ത് വേറൊരു ഗവൺമെൻറ് വന്നു കഴിയുമ്പോൾ തീർച്ചയായും ആ ഗവൺമെൻറ് അനുകൂലമായി നിൽക്കും. കുറച്ചു കാലം കഴിയുമ്പോൾ അതൃപ്തരാണെങ്കിൽ തിരിഞ്ഞു നിൽക്കും. കൽപ്പറ്റ നാരായണനൊക്കെ വിമർശനം തീർച്ചയായും എനിക്ക് ഒരാളുടെയും പേര് പറയാനില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അതിൽപ്പെട്ട കുറച്ച് ആളുകളാണ് ഈ സാംസ്കാരിക പ്രവർത്തകർ എന്ന നിലയിൽ രാഷ്ട്രീയ ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൃത്യമായ പക്ഷമുണ്ട് എന്ന് പറയാനുള്ള ആത്മധൈര്യം കാണിക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനാണ്. എം സ്വരാജിന് അനുകൂലമായി സംസാരിച്ചതിന്റെ പേരിൽ നിലമ്പൂർ ഐഷയ്ക്ക് സൈബർ ആക്രമണം നേരിട്ടു. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ LDF അടക്കം ശക്തമായി ഉയർത്തിയിരുന്നു. കേരളത്തിലെ ചരിത്രം അറിയാവുന്ന ഒരു നിലമ്പൂർ ഐഷയെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുമോ? നികൃഷ്ടമായി സംസാരിക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള സാംസ്കാരിക അധപ്പതനം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. UDF അടക്കം ആരോപിക്കുന്ന ഈ സാംസ്കാരിക പ്രവർത്തകർ എന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഇതാക്കുന്നു. വായനയും എഴുത്തും മാത്രമല്ല, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. അത് ചെയ്യുന്നത് ഷൗക്കത്താണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. രാഷ്ട്രീയക്കാരൻ വായിക്കുക എന്ന് പറയുന്നത് അവർക്ക് അതൊരു ഒരാളിപ്പോൾ അടുത്തത് പറയുകയും ചെയ്തല്ല, വായിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുന്നത്. അങ്ങനെ കൂടെ ഒരു അപരാധം കൂടെ ചെയ്യുന്ന വളരെ ശക്തമായ ജനകീയ അടിത്തറയുള്ള ഒരു പുതിയ തലമുറയിലെ രാഷ്ട്രീയ നേതാവ് വരുമ്പോൾ ഉണ്ടാകുന്ന അങ്കലാപ്പ് കൊണ്ട് സംസാരിക്കുന്നതാണ്. താങ്കളുടെ കവിതകൾ, പ്രത്യേകിച്ച് എം സ്വരാജിൻ്റെ പല വീഡിയോകളിലും പ്രചാരണ വീഡിയോകളിലൊക്കെ താങ്കളുടെ കവിതകളാണ് പ്രധാനമായിട്ടും അതിൽ ഊർജ്ജം പകർന്ന് നിൽക്കുന്നത്. എനിക്കൊരു പക്ഷമുണ്ട്. അപ്പോൾ എൻ്റെ എഴുത്തുകളിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ അത് കടന്നു വരും. പ്രവർത്തകരൊക്കെ പാടിക്കൊണ്ടാണ്. കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ. കടമകളെ കരളു തുടിപ്പിൻ തുടികൊട്ടിയുണർത്തി വിടർത്തി, കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ എന്ന് ഞാൻ ചൊല്ലുന്നു, അല്ലെ ആലപിക്കുന്നു. അത് ഈ വരാൻ പോകുന്ന പുതിയ തലമുറ ഏത് പ്രഭാതത്തെയാണ് കനവ് കാണുക, ആ കനവിനെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊരു ദിശാബോധം കൊടുക്കുക എന്ന കടമ നിർവഹിക്കുക ചെയ്യുന്ന അത്തരം കാര്യങ്ങളിലൂടെ. ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.